ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേരള PSCയിലെ പ്രധാന 10 മുൻകാല ചോദ്യങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇനിയും ക്വസ്റ്റ്യൻസ് കൂട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. വീഡിയോ ഒരുപാട് ലോങ് ആവുന്നത് കൊണ്ടാണ് 10 ക്വസ്റ്റ്യനിൽ ഒതുക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആഗമാനന്ദ സ്വാമികളാണ്. ആഗമാനന്ദ സ്വാമികളാണ് കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത്. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. അപ്പോൾ PSCയിൽ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലുള്ള വിശേഷണങ്ങൾ റിപ്പീറ്റഡ് ആയി ചോദിക്കാറുണ്ട്. അപ്പോൾ കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കേളപ്പനാണ്. കേളപ്പൻ പഠിച്ചു വെക്കുക. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കേളപ്പനാണ്. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. PSCയിൽ ചോദിക്കാറുണ്ട് ആഗമാനന്ദ സ്വാമികൾ അന്തരിച്ച വർഷം. ആഗമാനന്ദ സ്വാമികൾ അന്തരിച്ച വർഷം ചോദിച്ചാൽ എത്രയാണ്? 1961. 1961 ആഗമാനന്ദ സ്വാമികൾ അന്തരിച്ചത്. പഠിച്ചു വെക്കുക. രണ്ടാമത്തെ ചോദ്യം നോക്കാം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിതയാണ് ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത. അപ്പോൾ PSCയിൽ ചോദിക്കാറുണ്ട് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി ആരാണ്? തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന വിശേഷണം നൽകിയിട്ടുള്ളത് ഗാന്ധിജിയാണ്. അക്കാമ ചെറിയാന് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന വിശേഷണം നൽകിയിട്ടുള്ളത്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഗാന്ധിജിയാണ്. അതുപോലെ ചോദിക്കാറുണ്ട് 1114 കഥ. 1114 കഥ എന്ന കൃതി രചിച്ചതാരാണ്? അക്കാമ ചെറിയാനാണ്. പഠിച്ചു വെക്കുക. ഒന്നുകൂടെ പറയാം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിതയാണ് അക്കാമ ചെറിയാൻ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി വെങ്ങാനൂരാണ്. കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം നടന്നിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം നടന്നത് എവിടെയാണ്? വെങ്ങാനൂരാണ്. കേരളത്തിലെ ആദ്യ കർഷക സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് അയ്യങ്കാളിയാണ്. വർഷം ചോദിച്ചാൽ 1909. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. വർഷം ചോദിച്ചാൽ 1909. കേരളത്തിലെ ആദ്യത്തെ കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. എവിടെ വെച്ചാണ്? വെങ്ങാനൂരിൽ വെച്ചിട്ടാണ്. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ചു പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ചു പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികളാണ്. 1833 വർഷം പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ചു പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഓപ്ഷൻ ഡി തലശ്ശേരിയാണ്. ഓപ്ഷൻ ഡി തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. അപ്പോൾ ആറ്റിങ്ങൽ കലാപം
കുറിച്യ കലാപം, അതുപോലെ തന്നെ കുളച്ചൽ യുദ്ധം, ഇതിൻ്റെ എല്ലാം വർഷങ്ങൾ PSCയിൽ റിപ്പീറ്റഡ് ആയി ചോദിക്കാറുണ്ട്. നോക്കൂ, ആറ്റിങ്ങൽ കലാപത്തിന്റെ വർഷം എത്രയാണ്? 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ആറ്റിങ്ങൽ കലാപം ഏപ്രിൽ 15. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം. ഇനി കുളച്ചൽ യുദ്ധം ചോദിച്ചാൽ ഏത് വർഷമാണ്? കുളച്ചൽ യുദ്ധത്തിന്റെ വർഷം ചോദിച്ചാൽ 1741 ഓഗസ്റ്റ് 10. ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഇനി കുറിച്യ കലാപത്തിന്റെ വർഷം ചോദിച്ചാലോ? കുറിച്യ കലാപം നടന്നിട്ടുള്ളത് 1812. ഇതെല്ലാം ട്രിക്ക് വെച്ച് പഠിക്കാനുള്ള കോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ കുറിച്യ കലാപം 1812. കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10. ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് 1721 ഏപ്രിൽ 15. അപ്പൊ ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്? തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്. 6ാമത്തെ ചോദ്യം നോക്കൂ, ഒന്നാം പഴശ്ശിക്കലാപം അവസാനിച്ച വർഷം ചോദിച്ചാൽ എത്രയാണ്? ഓപ്ഷൻ സി 1797 ഒന്നാം പഴശ്ശിക്കലാപം അവസാനിച്ചത്. അപ്പൊ പഴശ്ശിക്കലാപത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്നാം ഘട്ടം ചോദിച്ചാൽ, ഫസ്റ്റ് ഫേസ് ചോദിച്ചാൽ എത്ര മുതൽ എത്ര വരെയാണ്? 1793 മുതൽ 1797 വരെയാണ് ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം ചോദിച്ചാൽ 1800 മുതൽ 1805 വരെയാണ്. 1800 മുതൽ 1805 വരെയാണ് രണ്ടാം ഘട്ടം. ഇനി പഴശ്ശി വീരമൃത്യു വരിച്ച വർഷം ചോദിച്ചാൽ 1805 നവംബർ 30. പഴശ്ശി വീരമൃത്യു വരിച്ചിട്ടുള്ളത് 1805 നവംബർ 30 എന്നും ഓർത്തിരിക്കുക. 7ാമത്തെ ചോദ്യം നോക്കാം. മനുഷ്യനിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ഓപ്ഷൻ ബി 32 സ്ഥിരദന്തങ്ങളും. പാൽപ്പല്ലുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? പാൽപ്പല്ല് 20 പാൽപ്പല്ലാണ്. 20 പാൽപ്പല്ല്, 32 സ്ഥിരദന്തങ്ങൾ. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി സെറിബെല്ലമാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. അല്ലെ, മദ്യം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് ആവുമെന്നോർത്താൽ മതി. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണിക. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണിക ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ എ ഇലക്ട്രോൺ ആണ് ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണിക. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? JJ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചിട്ടുള്ളത്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ജെയിംസ് ചാഡ്വിക് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജ് ആണ്, പഠിച്ചു വെക്കുക. ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോണ് ചാർജ് ഇല്ലാത്ത കണം, നോ ചാർജ് ആണ്. ന്യൂട്രോണ് ചാർജ് ഇല്ലാത്ത കണമാണ്. പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. പോസിറ്റീവ് ചാർജുള്ള കണം ചോദിച്ചാൽ അത് പ്രോട്ടോൺ ആണ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് കണ്ടുപിടിച്ചത്? ചാർജുകളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ പഠിച്ചു വെക്കുക. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണികയാണ് ഇലക്ട്രോൺ. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത്
ഏതാണ്? ഓപ്ഷൻ സി ഹൈഡ്രജൻ ആണ്. ഓപ്ഷൻ സി ഹൈഡ്രജൻ ആണ് ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്